മലയാള സിനിമയിലെ വളരെ മികച്ച സംവിധായകന്മാരുടെ പേരെടുത്താൽ അതിൽ പ്രിയദർശന്റെ പേരുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള പ്രിയദർശൻ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനാക്കിയിട്ടുള്ളത് മോഹൻലാലിനെയാണ്. മോഹൻലാൽ, പ്രിയദർശൻ, MG ശ്രീകുമാർ, സുരേഷ്, അങ്ങനെയുള്ള ഒരു തിരുവനന്തപുരം കൂട്ടുകെട്ട് തന്നെ ഉണ്ടായിരുന്നു സിനിമയിൽ. ഇവരെല്ലാവരും കുട്ടിക്കാലം മുതലേ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന സുഹൃത്തുക്കളാണ്. സിനിമ എന്ന സ്വപ്നം കാണാതെ യാദൃശികമായി സിനിമയിൽ എത്തിപ്പെട്ടവർ. ഇവരങ്ങനെ വലിയൊരു സൗഹൃദ വലയമായി നിലനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. അതിൽ ഏറ്റവും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് പ്രിയദർശനും മോഹൻലാലുമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രിയദർശനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും അത് മോഹൻലാലിന് സഹിക്കില്ല. അതൊരു അഭിമുഖത്തിൽ തന്നെ എല്ലാവരും കണ്ടതാണ്. പ്രിയദർശന്റെ തിരുവനന്തപുരത്തെ വീടിൻ്റെതെന്ന് പറയുന്ന ഒരു വീഡിയോ അടുത്ത കാലത്ത് ലീക്കായിരുന്നു. ആ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തിരുവനന്തപുരത്തുകാരനായ പ്രിയദർശന്റെ യഥാർത്ഥ നാട് അമ്പലപ്പുഴയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ വീട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് ഓർമ്മകളും പ്രിയദർശനുണ്ട്. ഫുട്ബോൾ ഭ്രാന്തനായ പ്രിയദർശന്റെ കണ്ണിൽ ഫുട്ബോൾ കൊണ്ട് ഗുരുതരമായ പരിക്കുണ്ടാവുന്നതും തുടർന്ന് ഫുട്ബോൾ തന്നെ ഉപേക്ഷിക്കുന്നതുമൊക്കെ ഈ വീട്ടിൽ വെച്ചാണ്. പ്രിയദർശന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹത്തോടെ വാങ്ങിയതായിരുന്നു ഈ വീട്. ഒരു 2 നില വീട് തന്നെയാണിത്. പഴയ കാലത്തെ പ്രതാപം വിളിച്ചോതുന്ന ഒരു 2 നില വീട്. ഇതിന് പുറകിലേക്ക് ഏക്കർ കണക്കിന് സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കോടികൾ വില വരുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് ഇരിക്കുന്നത്. നാട്ടിലെത്തിയാലും പ്രിയദർശൻ ഫ്ളാറ്റുകളിലോ മറ്റോ ആണ് താമസിക്കാറുള്ളത്. തിരുവനന്തപുരത്തും ചെന്നൈയിലുമൊക്കെ ആഡംബര ഫ്ളാറ്റുകൾ ഇഷ്ടം പോലെയാണ് പ്രിയദർശനുള്ളത്. ചെന്നൈയിൽ ലിസിയോടൊപ്പം താമസിച്ചിരുന്ന ഫ്ളാറ്റ് വിവാഹമോചനത്തിനു ശേഷം ലിസിക്കും മകൾ കല്യാണിക്കും തന്നെ നൽകുകയായിരുന്നു ചെയ്തത്. പിന്നീട് അങ്ങോട്ട് വളരെ സന്തോഷകരമായ രീതിയിൽ മുൻപോട്ട് പോവുകയായിരുന്നു ചെയ്തത്. ഇപ്പോഴിതാ പ്രിയദർശന്റെ വീടിൻ്റെതെന്ന് പറയുന്ന ഈ ചിത്രങ്ങൾ വളരെ വേഗം വൈറലാവുന്നുണ്ട്. അത്രയധികം പ്രൗഢിയോടെ നിലനിന്നിരുന്ന വീടിപ്പോൾ ആരും നോക്കാനില്ലാതെ കുറച്ചൊക്കെ വല്ലാതെ കാലഹരണപ്പെട്ടതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജനലുകളൊക്കെ വല്ലാതെയായി പോയിരിക്കുന്നു. എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ തോന്നുന്നത് പോലെയുള്ള വീടുകൾ. ആ വീടിനെ കുറച്ചുകൂടി വൃത്തിയായി സൂക്ഷിക്കാമായിരുന്നില്ലേ പ്രിയദർശൻ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മ പുതുക്കലായെങ്കിലും ആ വീടിനെ നന്നായി കരുതാമായിരുന്നില്ലേ എന്നും പലരും ചോദിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് വളർന്ന വീട് ഏതൊരു വ്യക്തിക്കും ഒരു വികാരമാണല്ലോ. നമ്മുടെ പല ഓർമ്മകളും അവിടെ ഉണ്ടാകുമല്ലോ. എന്നിട്ടും എന്തിനാണ് ആ വീടിങ്ങനെ നോക്കാതിട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വളരെ വേഗം തന്നെ ഈ ഒരു വീഡിയോ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. പ്രിയദർശന്റെ ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രിയദർശന്റെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങളും ആളുകൾ ഓർമ്മിക്കുന്നു. അതിലൊന്നായിരുന്നു ഫുട്ബോൾ ഭ്രാന്തനായ പ്രിയദർശൻ. അദ്ദേഹത്തിന്റെ കണ്ണിൽ പറ്റിയ ഗുരുതരമായ മുറിവും ഒക്കെ.